ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കാരമൽ പുഡിംഗ് ആണ്. ഇത് ഭയങ്കര ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. ആൻഡ് ഇതിന് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി. നമ്മുടെ വീട്ടിലൊക്കെ കിട്ടുന്ന നോർമലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് മതി. അപ്പോൾ ഞാൻ ആദ്യമേ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. സോ ഞാനിപ്പം ഈ ബോൾ കണക്കിന് ഒരു 6 ബോൾ അല്ലെങ്കിൽ ഒരു 5 to 6 ബോൾസിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കണക്കാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ പുഡിങ്ങിൻ്റെ ടോപ്പ് ലെയർ ഉണ്ട്, ഒരു കാരമലൈസ്ഡ് ലെയറാണ്. അതുണ്ടാക്കാൻ നമുക്കൊരു 9 to 10 ടേബിൾ സ്പൂൺസ്. ടേബിൾ സ്പൂൺ ഇതാണ് ഞാനൊരു ടേബിൾ സ്പൂണായിട്ട് എടുക്കുന്നത്. ഇപ്പം നമ്മുടെ നോർമൽ ടേബിൾ സ്പൂൺ നമ്മളൊരു വലിയൊരു സ്പൂൺ എടുക്കുവാണെങ്കിൽ അത് ഇങ്ങനെ കൂന് കൂട്ടാതെ ജസ്റ്റ് ഇങ്ങനെ ഫ്ലാറ്റായിട്ട് ആ രീതിയിൽ വേണം എടുക്കാൻ അളവ്. അപ്പം അങ്ങനെ ഒരു 9 to 10 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് വേണ്ടുന്നത് അതിൻ്റെ കാരമലൈസ്ഡ് ലെയർ ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ അത് മാത്രമേ വേണ്ടുള്ളൂ ആ ലെയറിന്. പിന്നെ അതിൻ്റെ അടിയിൽ പുഡിംഗ് ലെയറിന് വേണ്ടി നമുക്ക് വേണ്ടുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇപ്പോൾ ഒരു വലിയ ബാച്ചാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് നമുക്ക് വേണ്ടുന്നത് പുഡിംഗ് ലെയറിന് 8 മുട്ട, മുഴുവനായിട്ടുള്ള മുട്ട, 1 കപ്പ് പഞ്ചസാര, 2 ടീസ്പൂൺ വാനില എസൻസ്. വാനില എസൻസ് ഓപ്ഷനല്ല, പക്ഷെ അതിട്ടാൽ ആ മുട്ടയുടെ ചെവ അങ്ങ് മാറിക്കിട്ടും, അതിനാണ് അതിടുന്നത്. പിന്നെ നമുക്കൊരു 4 കപ്പ് പാല്. ആദ്യം ഞാൻ ചെയ്യുന്നത്, ഞാൻ എൻ്റെ ഓവൻ ബേക്ക് ചെയ്യാൻ വെക്കുവാണ്. ഞാൻ 302 ഡിഗ്രീസ് ഫാരൻഹൈറ്റ് അല്ലെങ്കിൽ അതായത് 302 ഡിഗ്രി ഫാരൻഹൈറ്റ് അല്ലെങ്കിൽ 150 ഡിഗ്രി സെൽഷ്യസ്. അപ്പം 150 ഡിഗ്രി സെൽഷ്യസോ 302 ഡിഗ്രി ഫാരൻഹൈറ്റോ രണ്ടും ഒന്നാണ്. ഇതിൽ നമ്മൾ ആദ്യമേ ഓവൻ ബേക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ, പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രോസസ്സ് ചെയ്യുമ്പോഴത്തേക്കും അത് ചൂടായി കിട്ടും. അപ്പം നമുക്ക് പെട്ടെന്ന് ഓവനിലോട്ട് വെച്ചെടുക്കാം. ഓക്കെ, ആദ്യം ഞാൻ ചെയ്യാൻ പോകുന്ന കാരമലൈസ് ലെയർ ഉണ്ടാക്കാൻ പോവാണ്. ഈ പഞ്ചസാര നമ്മൾ ഒരു ചൂടായിട്ടുള്ളൊരു സോസ് പാനിലേക്ക് ആദ്യം ഇടുക. എന്നിട്ട് ഞാനിപ്പം ഹീറ്റ് ഒരു മാക്സിമത്തിൽ ഇടുവാണ്. പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ പിന്നീട് അഡ്ജസ്റ്റ് ചെയ്യാം. നമ്മൾ കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ അടുപ്പിൽ നിന്ന് മാറാൻ പാടില്ല, അടുപ്പിൻ്റെ സൈഡിൽ നിന്ന്, ബിക്കോസ് ഇത് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ നിൽക്കണം. അതുപോലെ സ്പൂണൊന്നും ഇട്ട് ഇളക്കരുത്. നമ്മൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യണം. അതിങ്ങനെ അലിഞ്ഞൊരു ബ്രൗൺ കളറായി വരുന്ന കാണാൻ പറ്റും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഇങ്ങനെ പഞ്ചസാര കാരമലൈസ് ചെയ്യുമ്പോൾ ഒരു ബ്രൗൺ കളറാവുന്നത്. അപ്പം നമ്മളത് ഒത്തിരി ഡാർക്കായി കരിഞ്ഞു പോകാതിരിക്കാനും ശ്രദ്ധിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ക്ഷമയോടുകൂടി ഇവിടെ വെയിറ്റ് ചെയ്യുക. ഇത് കഴിഞ്ഞിട്ടേ നമ്മൾ വേറെ ഏത് പ്രോസസ്സും ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇത് നല്ലപോലെ കാരമലൈസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ഈ ബോൾസിലോട്ട്, അല്ലെങ്കിൽ നിങ്ങൾ ഏത് ഓവൻ പ്രൂഫ് പാത്രം ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അതിലോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. നമുക്കിങ്ങനെ ഒരു ചെറിയ ലെയർ മതി അടിയിലെ. ഓക്കെ, അപ്പം നമ്മളിനി നമ്മുടെ പുഡിംഗ് ലെയർ ഉണ്ടാക്കാൻ പോവാണ്. അതിന് ഞാനിവിടെ ഒരു സ്റ്റാൻഡ് മിക്സറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ സ്റ്റാൻഡ് മിക്സർ തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്ക് ഹാൻഡ് മിക്സർ ഉപയോഗിക്കാം. ഒരു വിസ്ക് ഉണ്ടെങ്കിൽ അത് വെച്ച് നല്ലപോലെ അടിച്ചാലും പതഞ്ഞ് വരും നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഈ ലെയർ. അപ്പം നിങ്ങൾക്കുള്ള പോലെ സൗകര്യം പോലെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ആദ്യമേ നമുക്ക് ഈ മിക്സറിലേക്ക് ആഡ് ചെയ്യാനുള്ളത് നമ്മുടെ മുട്ടയാണ്. 8 മുട്ടയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1 കപ്പ് പഞ്ചസാര. ഇനി നമുക്കിത് അടച്ചിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ കണക്ക് പ്രകാരം ഇതൊന്ന് മിക്സായി വന്നാൽ മതി. അതായത് ഒരു ചെറിയൊരു പത പോലെ കാണും, ഒന്ന് ബ്ലെൻഡായി വരുമ്പോൾ, ആ പഞ്ചസാര ഈ മുട്ടയിലോട്ട് അലിഞ്ഞ് ചേരുമ്പോൾ. അപ്പം അതിനൊരു 1 മിനിറ്റ് അല്ലെങ്കിൽ 1.5 മിനിറ്റ് എടുക്കും. കാരണം ഇവിടെ 8 മുട്ടയും 1 കപ്പ് പഞ്ചസാര ആയതുകൊണ്ട് ഒരു 1.5 മിനിറ്റൊക്കെ എന്തായാലും എടുക്കും. അതിൻ്റെ പകുതി അളവാണെങ്കിൽ ഒരു 1 മിനിറ്റ് മിക്സ് ചെയ്താൽ മതി. ഓക്കെ, നമ്മുടെ മിശ്രിതം ഇപ്പോൾ ഒരുവിധം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിന് മിക്സ് ആയാൽ മതി. ജസ്റ്റ് ഇങ്ങനെ ഒരു ചെറിയൊരു പത വരും, അങ്ങനെ അതാണ് അതിൻ്റെ പാകം.
പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ബൈറ്റ് കിട്ടണമെങ്കിൽ പുഡിങ്ങിലോട്ട് നമ്മൾ ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ക്യാരറ്റ് പീസസോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ നട്ട്സോ ഒക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ കുഴപ്പമൊന്നുമില്ല. അതാണെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചിട്ട് വേണം പിന്നെ ബാക്കി കണ്ടിന്യൂ ചെയ്യാൻ. ഓക്കെ, ഞാനിപ്പം എൻ്റെ 6 റാമിക്കൻസും അതായത് എൻ്റെ 6 ബോളും നിറച്ച് ഒരു ബേക്കിംഗ് പാനിലേക്ക് വെച്ചിരിക്കുവാണ്. അപ്പം ഇങ്ങനെ 3/4 ഭാഗം കൊണ്ട് നിറയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം ഇത് കേക്ക് പോലെ നമ്മൾ ബേക്കിംഗ് പൗഡറോ അങ്ങനെയൊന്നും ഇട്ടിട്ടില്ല, പൊങ്ങി വരത്തൊന്നുമില്ല. ഇത് അടുപ്പിച്ചിരുന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അപ്പം ഇങ്ങനെ ചെയ്യണം. പിന്നെ എനിക്കൊരു കാര്യം കൂടെ പറയാനുള്ളതെന്ന് വെച്ചാൽ ഇത് അളവിന് നന്നായിട്ട് വെന്ത് വരണമെങ്കിൽ മുട്ടയൊക്കെ ഉണ്ടായതുകൊണ്ട് നമ്മളൊരു ഇത്തിരി ഇളം ചൂട് വെള്ളം എടുത്ത് വെച്ചേക്കണം. എന്നിട്ട് അത് നമ്മൾ ഇതിൻ്റെ പകുതിക്ക്, അതായത് ഈ കപ്പിൻ്റെയൊക്കെ ഒരു പകുതി അളവിന് വരത്തക്ക രീതിയിൽ ഈ ബേക്കിംഗ് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാൻ ഇത്തിരി വെള്ളം നേരത്തെ തന്നെ ചൂടാക്കി വെച്ചിട്ടുണ്ട്, അത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും എൻ്റെ ബേക്കിംഗ് പാനിൻ്റെ ഒരു ഹാഫ് അളവ് വരെ ഞാൻ വെള്ളം നിറച്ചിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇതിനകത്തിരിക്കുന്ന ഈ മുട്ട വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓൾമോസ്റ്റ് നമുക്ക് നോക്കിയാൽ ഈ കപ്പ് ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് ഈ വെള്ളത്തിനകത്ത് ഇമേഴ്സ്ഡ് ആയിട്ട് ഇരിപ്പുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ ഓവൻ ഓൾറെഡി പ്രീ ഹീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ 302 ഫാരൻഹീറ്റിലാണ് ഞാൻ വെക്കുന്നത്, അല്ലെങ്കിൽ 150 ഡിഗ്രി സെൽഷ്യസ്. അപ്പം നമുക്ക് ഈ ട്രേയും ഈ ബോൾസും കൂടെ ഒരുമിച്ചെടുത്ത് സൂക്ഷിച്ച്, വെള്ളം ഉണ്ടായതുകൊണ്ട് സൂക്ഷിച്ച് നമ്മുടെ ഓവനിലേക്ക് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ ബേക്കിംഗ് ടൈം ഒരു 45 to 55 മിനിറ്റ്സ്, അതായത് ഒരു 3/4 മണിക്കൂർ തൊട്ട് 55 മിനിറ്റ് വരെ. നിങ്ങൾ ഇടയ്ക്ക് വന്ന് നോക്കണം. ഒരു 45 മിനിറ്റ് കഴിഞ്ഞാൽ തൊട്ട് ചെക്ക് ചെയ്യാൻ പറ്റും. ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഇത് ഇരിക്കാൻ പോകുന്നതെന്ന്. നമുക്ക് എങ്ങനെ ഇതിൻ്റെ പാകമെന്ന് വെച്ചാൽ ഞാൻ ബേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പം ഞാനത് ഓവനിലേക്ക് വെക്കാൻ പോവാം. ഓക്കെ, ഇപ്പം ഞാൻ ഓവനിൽ നിന്ന് നമ്മുടെ കാരമൽ പുഡിംഗ് എല്ലാം എടുത്തിട്ടുണ്ട്. ഇപ്പം 6 ബോളിൽ എടുത്ത് ഇവിടെ പുറത്ത് ഒന്ന് ആറാൻ വെച്ചിരിക്കുക. അപ്പോൾ ഇതിൻ്റെ പരുവെന്ന് പറഞ്ഞാൽ അതാ ഇങ്ങനെ ഒന്ന് നമ്മൾ അനക്കി കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് ജിഗിൾ ചെയ്യണം, ഒന്നൊന്ന് കുലുങ്ങണം. അതായിരിക്കും അതിൻ്റെ പരുവം. കംപ്ലീറ്റ് ആയിട്ട് സെറ്റ് ആവത്തില്ല, ഇങ്ങനെ ഒന്ന് കുലുങ്ങും അത്. ഓക്കെ, അപ്പോൾ ഇത് എന്തായാലും വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്തത് ഒരു ലാസ്റ്റ് സ്റ്റെപ്പും കൂടെ ഉള്ളത്, അതാണ് നമുക്ക് ക്ഷമ ഇല്ലാത്ത സ്റ്റെപ്പ്. ഒരു 6 മണിക്കൂർ അല്ലെങ്കിൽ രാത്രി മുഴുവനും ഓവർനൈറ്റ് നമ്മൾ ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചിട്ട് വേണം ഇത് ഉപയോഗിക്കാൻ. അപ്പോൾ ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ ഒരു പ്ലാസ്റ്റിക് റാപ്പ് വെച്ചിട്ട്, ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് പേപ്പറുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അലൂമിനിയം ഫോയിലോ ഒരു മൂടിയോ വെച്ചെങ്ങാനും അടച്ച് വെച്ചിട്ട് വേണം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാൻ. അപ്പോൾ 6 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ഇതെടുത്ത് കാണിച്ചു തരാം. ഞാനിപ്പോൾ എൻ്റെ പുഡിംഗ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഞാനിത് ഒരു 3:30 മണി തൊട്ട് ഒരു ഏകദേശം ഒരു 11 മണി വരെ ഫ്രിഡ്ജ് വെച്ചിരുന്നു. അതായത് ഒരു 7 മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടാണ് ഇതിപ്പോൾ പുറത്തെടുത്തിരിക്കുന്നത്. അപ്പം നമ്മളിത് പ്ലേറ്റിലേക്ക് വെക്കുന്നതിന് മുമ്പ് നമ്മളൊന്ന് അരിവൊന്ന് ആദ്യം വിടിപ്പിച്ച് കൊടുക്കണം. അതിനിങ്ങനൊരു നൈഫ് ഉപയോഗിച്ചാൽ മതിയാകും. ഇങ്ങനെ പതുക്കെ ഒന്ന് വിടിയിച്ച് കൊടുത്താൽ മതി. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ ഒരു പ്ലേറ്റ് ഇതിൻ്റെ പുറത്തിങ്ങനെ കമഴ്ത്തിയിട്ട് തിരിച്ച് ഈ പാത്രത്തോടു കൂടി ഒന്ന് തിരിച്ചു വെച്ചാൽ നമുക്ക് പുഡിംഗ് അതിലോട്ട് തട്ടിയിടാം. ഓക്കെ, ഇപ്പോൾ ഇതാണ് നമ്മുടെ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ കണ്ടാൽ അറിയാം, ഭയങ്കര ഭംഗിയാണ് കാണാൻ. മുകളിലത്തെ ഒരു ബ്രൗൺ കാരമലൈസ് ലെയറും അടിയിലത്തെ ഒരു പുഡിംഗ് ലെയറും. ഇത് ഭയങ്കര ക്രീമിയാണ്, ഭയങ്കര ഈസിയാണ് ഉണ്ടാക്കാൻ. വീട്ടിലുള്ള എല്ലാ ഇൻഗ്രീഡിയൻസ് വീട്ടിൽ ഉള്ളത് തന്നെയാണ്, അത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റും. പിന്നെ നിങ്ങൾക്കിത് ഫിനിഷ് ചെയ്യണമെങ്കിൽ, അതായത് ഇപ്പോൾ ഗസ്സോ വല്ലതും ഉണ്ടെങ്കിൽ ഇതിൻ്റെ പുറത്തൊരു സ്ട്രോബെറിയോ ചെറിയോ എന്തെങ്കിലും വെച്ച്, അല്ലെങ്കിൽ വിപ്പ് ക്രീം ഇട്ടായാലും അലങ്കരിക്കാം. ഇതിങ്ങനെ തന്നെ വെച്ചാൽ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ഇത് ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ടൊന്ന് പറഞ്ഞുതരാം. കണ്ടോ, ഞാൻ പറഞ്ഞത് ഭയങ്കര സ്മൂത്താണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കാരമൽ പുഡിംഗ് ആണിത്. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ കാരമലൈസ് ലെയറിൻ്റെ ഒരു ചെറിയൊരു കയ്പും അതിൻ്റെ അടിയിലത്തെ മധുരമുള്ള ലെയറിൻ്റെ ആ സ്വീറ്റ്നെസ്സും കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് ആഷസ് കിച്ചണിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
താങ്ക് യു.